ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. നിത്യജീവനിലേക്കുള്ള അപ്പമാകുന്ന വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇന്നത്തെ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? ശരീരത്തെ നമ്മൾ കാത്തു പരിപാലിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ആത്മാവിനെ കാത്തു പരിപാലിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. പലപ്പോഴും ഈ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനായിട്ടോ കുർബാനയില് ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി പങ്കെടുക്കുവാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല. കാരണം കുർബാനയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മറ്റു പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. കുർബാനയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനകളും വിശുദ്ധരും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാ. കുർബാനയേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും ഇല്ല. നിന്റെ ജീവിതത്തില് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. കാരണം ഈശോയുടെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയായിട്ട് അവൻ എനിക്ക് നൽകിയിരിക്കുകയാണ്. കാൽവരിയുടെ വിരിമാറില് തന്റെ അവസാന തുള്ളി രക്തം നൽകി അവൻ നമ്മളെ രക്ഷിച്ചത് അല്ലെ. നമ്മുടെ കൂടെ എന്നും വസിക്കാനായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് ഈശോ നമ്മുടെ ഇടയിൽ വസിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് അവൻ തീരുന്നു. പക്ഷേ ഈ കുർബാനയെ സ്നേഹിക്കാനായിട്ട്, ഈ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പലപ്പോഴും ഇന്ന് നമ്മൾ പരിശ്രമിക്കുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മറ്റു പലതും കാണുകയും അതിന്റെ പിന്നാലെ നമ്മൾ ഓടുകയും ചെയ്യുന്നുണ്ട്. ഓർക്കുക, കുർബാന മാറ്റിവെച്ചിട്ട് നീ എവിടെ പോയാലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം നേടാനായിട്ട് സാധിക്കത്തില്ല. കാരണം കുർബാനയിൽ എൻ്റെ ഈശോ എഴുന്നള്ളി വരിക. അതുകൊണ്ടാണ് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നതിൽ നിത്യം ജീവിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനായിട്ട്, കുർബാന ഭക്തിയോടുകൂടി സ്വീകരിക്കാനായിട്ട് നിനക്ക് സാധിക്കും. കാരണം എൻ്റെ ദൈവം എത്രമാത്രം പീഡ സഹിച്ച് എനിക്ക് നൽകിയ സമ്മാനമായി വിശുദ്ധ കുർബാന. പക്ഷെ ഈ സമ്മാനത്തെ മനസ്സിലാക്കാനായിട്ടോ സ്നേഹിക്കാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോവുകയും ഇന്നും ഞായറാഴ്ചകളിൽ കടം തീർക്കാൻ വേണ്ടി മാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുകയാണ്. കടം തീർക്കാൻ വേണ്ടിയല്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് മനസ്സോടുകൂടി കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ മാത്രമേ ആ കുർബാന എൻ്റെ ജീവിതത്തിൽ അനുഭവമാകത്തുള്ളൂ. ആ ഈശോ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ നന്മയിലൂടെ നയിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഒന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്കാണോ? അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ മടി മൂലം വിശുദ്ധ കുർബാന മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? സ്നേഹമുള്ളവർ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് കുർബാനയെ നീ സ്നേഹിക്കേ. ഈശോയുടെ ശരീരവും രക്തവും അവൻ എനിക്ക് നൽകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുവാനായിട്ട്, കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. മദർ തെരേസ പോലും പറയുന്നൊരു കാര്യമുണ്ടല്ലേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പുണ്യപ്രവർത്തികളും എനിക്ക് ചെയ്യാനായിട്ടുള്ള ശക്തി ലഭിക്കുന്നത് അനുദിനം ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന്. കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് നീ ജീവിത മേഖലകളിലേക്ക് ഇറങ്ങിയാൽ നിനക്ക് ഈശോയെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും കുർബാനയെ സ്നേഹിക്കാം. അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈശോയുമായിട്ട് നമ്മുടെ ജീവിത മേഖലയിൽ പോകുവാനായിട്ട്, എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.